ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ കണ്ടു, കസ്റ്റമർ സർവീസ് പോരാ, പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കഴിഞ്ഞ മാർച്ച് 31-ന് 14 വർഷം തികയുകയാണ് ഫെമിൻ മാജിക് എന്ന സ്ഥാപനം. നിങ്ങൾ കസ്റ്റമർ തന്നെയാണ് ഞങ്ങളെ ഈ വിജയത്തിൽ എത്തിച്ചത്. കാരണം 100 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഇന്ന് 4800 സ്ക്വയർ ഫീറ്റിൽ ഒരു ഷോപ്പ് എടുക്കാൻ പറ്റിയത് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് തന്നെയാണ്. വിഷമം എന്ന് പറയുന്നത് ആ കമന്റ്സ് ഇട്ടവരെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം റിട്ടേണുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായി വഴക്കിട്ട് പോയ കസ്റ്റമേഴ്സാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ നിന്നും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റാച്യൂസ് ആകാം വാങ്ങിക്കുന്നത്. അത് അയാളുടെ ഇഷ്ടം, അയാളുടെ ഒരു സ്നേഹമാണത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണെന്ന് നമുക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ സാധനം വീട്ടിലെത്തി കഴിയുമ്പോൾ അതിന് ടാഗും ബാർക്കോഡും എല്ലാം പറിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ സാധനവും എടുത്തുകൊണ്ട് വന്നിട്ട് ഷോപ്പിന്റെ അഡ്രസ്സും തേടി പിടിച്ച് ഇതൊന്ന് മാറ്റി തരുമെന്ന് ചോദിക്കുമ്പോൾ അത് ഷോപ്പിന് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ 14 വർഷത്തിനുള്ളിൽ കസ്റ്റമറുമായി വഴക്കിട്ടുള്ളത് മുഴുവൻ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഈ റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെയാണ് കസ്റ്റമറെ ഞങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു 1000 രൂപയുടെ താഴെയുള്ള ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് അവർ ഗിഫ്റ്റ് തരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അതിൽ ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് എത്തിച്ചാലും ഞങ്ങളത് മാറ്റിയെടുക്കും. ഇത് അതിനകത്തുള്ള കോഡെല്ലാം പറിച്ചിട്ടതിന് ശേഷം ഇത് മാറ്റി തരണം എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ, ചെറുകിട ഫാൻസി വ്യാപാരികൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങളെ ഇതുവരെ ഇവിടെ എത്തിച്ച എല്ലാവർക്കും എന്തെങ്കിലും മാനസികപരമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിൽ നിന്ന് പറയുന്നു, ഐ എം വെരി സോറി. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്, ഇന്ന് വാങ്ങിച്ച സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതേ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി അങ്ങനെയൊക്കെയുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് ഷോപ്പിലേക്ക് എത്തിക്കുക. കാരണം ഒരുപാട് ദിവസം വീട്ടിൽ വെച്ച് ഞാൻ പോകുന്ന സമയത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ എനിക്ക് സമയമില്ല, ഞാൻ അവിടെ ആയിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് കസ്റ്റമർ ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുത്തു. ഷോപ്പ് അടക്കുന്ന സമയത്ത് 11 മണിക്ക് വന്നൊരു നെക്ലസ് വേണമെന്ന് പറഞ്ഞ് 2000 രൂപയുടെ നെക്ലസും വാങ്ങിച്ചിട്ട് ആ കല്യാണത്തിന് ഞങ്ങളും പങ്കെടുത്തു. പിന്നെ ആ ചേച്ചി പറയുന്നു, തിങ്കളാഴ്ച വന്നതിന് ശേഷം പറയുന്നു, ഈ നെക്ലസ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കുറച്ച് കോസ്മെറ്റിക്സ് മതി, കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ഡ്രസ്സ് മാറ്റേണ്ടി വന്നു എന്നൊക്കെ. ഞാൻ ആ കല്യാണത്തിന് പങ്കെടുത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ചേച്ചിയുടെ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഞാൻ പറഞ്ഞു, ഇന്ന ഡ്രസ്സിൽ ചേച്ചി ഇത് ഇട്ട് ഞാൻ കണ്ടായിരുന്നു, ഞാൻ വന്നിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ചേച്ചിക്കൊന്നും പറയാനില്ല. എങ്കിലും അതും ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. കാരണം ഞങ്ങൾ 7 വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് വേണ്ട എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വീട്ടിൽ വെക്കാതെ ആ സാധനം ആ ഷോപ്പിലേക്ക് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളും നിങ്ങളും തമ്മിൽ നല്ല ടേംസ് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യമല്ലാതെ യാതൊരു കാരണവശാലും ഒരു കസ്റ്റമറായിട്ടും ഞങ്ങൾക്ക് അടിപിടി കൂടേണ്ടി വന്നിട്ടില്ല. നമ്മളൊരു ടെക്സ്റ്റൈലിലൊക്കെ ചെല്ലുമ്പോൾ ഇൻവൈറ്റിങ്ങിന് നമ്മളൊരു ലേഡി സ്റ്റാഫിനെ നിർത്താറുണ്ട്. ആ കുട്ടി നമ്മളെ സാറെന്നും മാം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നമ്മളെ ബിഹേവ് ചെയ്യാറുണ്ട്. എത്ര പേര് നിങ്ങളിൽ മറുപടിയായിട്ട് ചിരിക്കാറുണ്ട്? ഒരു ചിരി കൊടുത്താൽ ആ കുട്ടിയെ സംബന്ധിച്ച് ശമ്പളത്തെക്കാളേറെ ഊർജം കിട്ടും. ആ കുട്ടിയും വളരെ ഹാപ്പി ആയിരിക്കും, ആ ഷോപ്പും ഹാപ്പി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് വരുന്ന കസ്റ്റമറും ഞങ്ങളുമായിട്ടൊരു പോസിറ്റീവ് ഓറ കൊണ്ടുവരാൻ ശ്രമിക്കുക. ചില ആളുകൾ വളരെ മൈന്യൂട്ടായിട്ട് 99% മൈന്യൂട്ടായിട്ട് നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് നമ്മളോട് ഒരു ചിരിയും കാര്യങ്ങളൊന്നും നെഗറ്റീവായി മാത്രം പെരുമാറുന്ന ആളുകളുണ്ട്. അവരുടെ ലൈഫിൽ മൊത്തം ഒരു നെഗറ്റീവ് ഓറയായിരിക്കും. അപ്പൊ അതെല്ലാം മാറ്റിവെച്ച് ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ജീവിതത്തിലും നമുക്ക് ഹാപ്പി നൽകുന്ന കാര്യമായിരിക്കും. അതുപോലെ ഞങ്ങളുടെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് ഞങ്ങളിൽ നിന്നും മാറ്റേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തോറ്റിട്ടും നഷ്ടപ്പെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടും വഞ്ചിക്കപ്പെട്ടിട്ടും തകർക്കപ്പെട്ടിട്ടും എല്ലാം ചിരിച്ച് ബിസിനസ് ചെയ്യുന്ന ഞാൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. മറക്കണ്ട, ഫെമിൻ മാജിക് ബ്രൈഡൽ ഫാൻസി കളക്ഷൻസ് ആൻഡ് ബ്രാൻഡഡ് കോസ്മെറ്റിക് ഷോറൂം, പൂക്കോട്ടും പാടം.